വകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജ്ജ കിരൺ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. എനർജി മാനേജ്മെന്റ് സെന്റർ, കേരള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നിവയുമായി സഹകരിച്ച് ഗുഡ് ഹോപ്പ് ഊർജ്ജ കിരൺ സമ്മർ ക്യാമ്പയിൻ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരുമ്പടപ്പ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ റോയ്സൺ ചീരാൻ ക്ലാസ് എടുത്തു. ഡീസലും പെട്രോളും നാം ഇതിലും കൂടിയ വേഗതയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ 75 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ ഉള്ളത് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയിട്ടില്ല. ഒരു കൽക്കരി രൂപപ്പെട്ട് വരണമെങ്കിൽ ഡീസലും പെട്രോളുമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആയിരക്കണക്കിന് വർഷം ഭൂമിക്കടിയിൽ കിടന്നിട്ടാണ് ഇത് നമുക്ക് ഡീസലും പെട്രോളുമായിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. കൽക്കരിയായി തീരുന്നത് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഭൂമിക്കടിയിൽ എത്തിച്ചേർന്ന സാധനങ്ങൾ ഘനീഭവിച്ച് അതാണ് നമുക്ക് കൽക്കരിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനും ഈ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളും നമ്മുടെ ഈ ഒരു തലമുറ കൊണ്ട് തീർന്നു പോകണോ? നമ്മുടെ മക്കളുടെ തലമുറയിലും അടുത്ത തലമുറയ്ക്കും ആവശ്യമല്ലേ? നമുക്ക് ഈ തലമുറകളിലേക്ക് കൈമാറേണ്ട സുഹൃതങ്ങൾ നാം തന്നെ എല്ലാം ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ ഭാവി തലമുറ നമ്മെക്കുറിച്ച് പറയും, സ്വാർത്ഥരായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ അവരെല്ലാവരും കൂടെ വേഗം ഉപയോഗിച്ച് തീർത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നിഷേധിച്ചു. പിന്നെ അത് മാത്രമല്ല പ്രശ്നം, ഇത്രയും വേഗത്തിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം, അന്തരീക്ഷത്തിൽ കാർബൺ വാതകങ്ങളുടെ ക്രമാതീതമായിരിക്കുന്ന വർധനവ്. അത് സംഭവിക്കുമ്പോൾ നമുക്കറിയാം, കാർബൺ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വർദ്ധിക്കും തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, കടൽ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ തീരങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത് ചൂട് കൂടുന്നു. ചൂട് കൂടുന്നതും നമുക്ക് ആർക്കും പറയണ്ട. മറ്റേത് അനേക തലമുറകളാണ് ഈ മാറ്റം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ കാലഘട്ടം വന്നപ്പോ എങ്ങനെയായി? ഓരോ വർഷവും നാം പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോയിൽ പറയും, ഇന്ന് 9 ജില്ലകളിൽ താപനില റെക്കോർഡിടും, ഓറഞ്ച് അലർട്ട്, ആരും പുറത്തു പോകരുത് എന്ന് പറഞ്ഞ് മരുഭൂമി സമാനമായിരിക്കുന്ന ചൂടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. PP മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KA ബക്കർ, EV നാസർ, KC ബഷീർ, VP ഗംഗാധരൻ, അക്ബർ അലി, ഫിറോസ് ആന്തൂർ, P മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു.